ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇത് തടിക്കാട്. അപ്പം തടിക്കാട് മഞ്ജിമ ഹോട്ടലിലേക്ക് ഇന്ന് റോഡിൽ മീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. റോഡിൽ മീൻ കടയുണ്ട്, ഒത്തിരി മീൻ കടകളുണ്ട്. അപ്പം നമ്മൾ മീൻ മേടിക്കുന്ന സതീഷിൻ്റെ കടയിൽ മീൻ വന്നെന്നറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ 3-4 ഐറ്റംസ് മീനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരാഴ്ച കൊണ്ട് മീനില്ല, കടയിൽ മീനില്ല. ചിക്കൻ, വെജിറ്റബിൾസ് എല്ലാം ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വെക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് മീൻ മേടിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. കാരണം ആൾക്കാർ മീൻ ഉണ്ടെങ്കിൽ പോലും മീൻ കഴിക്കുന്നില്ല, മീനിലെന്തോ പോയിസൺ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനും മേടിച്ചുകൊണ്ട് ഞങ്ങൾ മഞ്ജിമയിൽ വന്ന് മീൻ കറി വയ്ക്കാൻ ഒരുങ്ങി. മീനെല്ലാം കഴുകി വൃത്തിയാക്കി, പിന്നെ മീനിൻ്റെ തോലൊക്കെ ഒരിച്ച് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് അത് കഴിഞ്ഞിട്ട് മീനിലുള്ള മസാല റെഡിയാക്കി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവ ഒന്ന് ചൂടാക്കിയെടുത്ത്. കാരണം ഇത് ചൂടാക്കാൻ കാരണം നമ്മൾ വറുക്കാതെയാണ് പൊടിപ്പിച്ചത്. കാരണം വറുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ചേർക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വറുക്കാതെ പൊടിപ്പിച്ച്. എന്നിട്ട് മീൻ കറി വയ്ക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി നല്ലോണം ചൂടായി വരുമ്പം അതിനകത്ത് ഉലുവയിട്ട് പൊട്ടിക്കും. വെളിച്ചെണ്ണയിൽ ഉലുവയിട്ട് പൊട്ടിക്കണം. ഉലുവയിട്ട് പൊട്ടിക്കുമ്പോൾ നല്ല മണമാണ്, മീൻ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഉലുവ എണ്ണയിൽ കിടന്ന് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഉലുവ നല്ലോണം പൊട്ടി വരുമ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എല്ലാത്തിനും നല്ലതാണല്ലോ, പ്രത്യേകിച്ച് മീൻ കറി, എല്ലാ കറികൾക്കും. നമ്മൾ മല്ലിയില ഉപയോഗിക്കാത്ത എല്ലാ കറികൾക്കും കറിവേപ്പില നല്ലതാണ്. കറിവേപ്പില ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ നാടൻ ഫുഡിൻ്റെ ടേസ്റ്റ് ക്രമീകരിക്കുന്നതിന് കറിവേപ്പില വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി സവോള ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് അതിലോട്ട് ഒഴിക്കുക. ആ എണ്ണയിലൊഴിച്ചിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ മാറി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് അരയ്ക്കണം. ഇതേപോലെ ചെറിയ ജാറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അരയ്ക്കാതെ നമ്മൾ ഇതിലോട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മുളക് പൊടി വേറെ, മല്ലിപ്പൊടി വേറെ, കുരുമുളക് പൊടി വേറെ അങ്ങനെ കിടക്കും, വെള്ളം പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ജാറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ആ അരപ്പെല്ലാം നല്ലതുപോലെ കുറുകും, മസാലയെല്ലാം നല്ലപോലെ കുറുകും. അത് കഴിഞ്ഞ് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട്, കുടംപുളി നേരത്തെ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിയിട്ടിരിക്കുന്ന കുടംപുളി, ആവശ്യത്തിനുള്ള കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് കറി നല്ല തിളയ്ക്കണം. കറി നല്ല തിളച്ച ശേഷമേ നമ്മൾ മീനിടാവൂ. പിന്നെ കറി നല്ല ഇതിലേക്കായി, കറി തിളച്ച് വന്ന് കറി നല്ലതുപോലെ കറി നല്ല തിളച്ച് വരുമ്പോൾ മീനിട്ട് കഴിഞ്ഞാൽ മീൻ പൊടിയത്തില്ല. കറി തിളയ്ക്കുമ്പോൾ മീനിട്ട് കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ കറി നല്ല തിളച്ച് മീനെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കറി അടച്ചു വയ്ക്കുക. കറി അടച്ചു വെച്ച് കറി വീണ്ടും നല്ലതുപോലെ തിളച്ച് വറ്റി കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഉപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഒരു പിഞ്ച് ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ആദ്യമേ ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഉലുവ പൊടിയും ഇട്ട് 2 തണ്ട് കറിവേപ്പില അതും കൂടി എടുത്ത് വെച്ച് കറി കുറേ സമയം മൂടി വയ്ക്കണം. കറി മൂടി വെച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ മണമെല്ലാം കറിയിലിറങ്ങി കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് കടയിൽ ബാക്കി കറികളെല്ലാം ഏകദേശം റെഡിയായി. അപ്പോൾ ഇന്ന് മീൻ കറി ഉൾപ്പെടെയാണ് ഊണ്. സാമ്പാർ, മോരുകറി, തോരൻ, അവിയൽ, ബാക്കി എല്ലാ കറികളും ഏകദേശം റെഡിയായി. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ.